ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലെ വിവിധ തരം ഗപ്പി ടാങ്കുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 9ഓളം സുഹൃത്തുക്കൾക്ക് നമ്മുടെ വിവിധ തരം ഗപ്പികൾ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. കാരണം അത് അവിടെ എത്തിയ സമയത്ത് കുറച്ച് മോർട്ടാലിറ്റി ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഫാമിലെ വിവിധ തരം ഗപ്പി ടാങ്കുകളൊന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ രണ്ട് ബോക്സാണ്. ഇത് ഫിഷ് മാർക്കറ്റിലൊക്കെ അധികം പേരും കണ്ടിട്ടുള്ള ഒരു തരം ബോക്സാണിത്. ഇത് പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു ബോക്സ്, നല്ല സ്ട്രോങ് ആണ്. പക്ഷെ ഇതിന് പൊട്ടുണ്ടായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് MCL ഒട്ടിക്കാനോ മറ്റോ നിന്നിട്ടില്ല. നമ്മൾ നേരിട്ട് ഷീറ്റ് ഇറക്കിയിട്ട് ചെയ്തത്. ഈ ഷീറ്റ് പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട്, ഈ ഷീറ്റ് എവിടെ കിട്ടാറുള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഷീറ്റ് പെർ kg നമുക്കൊരു 110-150 രൂപയ്ക്ക് പെർ kg ഷീറ്റിന് വരാറുള്ളൂ. ഇത് നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. ഈ പടവുമ്മൽ തേപ്പുമ്മൽ ഇടുന്ന ഷീറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ഇത് പല കളറിൽ വരുന്നുണ്ട്, യെല്ലോയും വരുന്നുണ്ട്, ബ്ലാക്കും വരുന്നുണ്ട്. നമ്മൾ ഈ ടാങ്കിൽ ഇട്ടുള്ളത് നമ്മൾ സെക്സി ബ്ലൂ ആണ് ഇട്ടുള്ളത്. അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ആ സെക്സി ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, 2 ബാച്ച് കുഞ്ഞുങ്ങളുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, വലിയ കുഞ്ഞുങ്ങളും ഉണ്ട്. അതാണ് ഇതിലിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജ് ബോക്സ് ആണ്. ഇപ്പോൾ ഇവിടെ 3 ഫ്രിഡ്ജ് ബോക്സ് കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് എടുക്കുന്ന സമയത്ത് പല സൈസുകളായിരിക്കും പല സൈസുകളുള്ള ഫ്രിഡ്ജ് ബോക്സ് ഉള്ളത്. ഫസ്റ്റ് വണ്ണിലുള്ളത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ 2 ബാച്ച് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മിക്സഡ് ഗപ്പീസാണ് ഉള്ളത്. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, പക്ഷേ ഇത് നീളം കുറവാണ് ഈ ടാങ്ക്. പിന്നെ വന്നുള്ള ഇതിൽ നമ്മൾ റെഡ് ലൈസിനാണ് ഇതിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഫ്രിഡ്ജ് ബോക്സ് ഉള്ളത്. ഫ്രിഡ്ജ് ബോക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്രിഡ്ജ് ബോക്സൊക്കെ പല സൈസിൽ വരും, പല ക്വാളിറ്റിയിൽ വരും. ചിലതിനൊക്കെ നല്ല ഹോൾ ഉണ്ടാവും, അടക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ വരുന്നത് ഒരു റിബൺ ടൈപ്പ് ഗപ്പിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ സാന്റാക്ലോസ് വരുന്നുണ്ട്. ഇതൊക്കെ ഫ്രിഡ്ജ് ബോക്സ് ആട്ടോ. പിന്നെ ഷ്രിമ്പിന് ഇട്ടിട്ടുണ്ട്, യെല്ലോ ടെക്സിഡോ. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അസോള ഇട്ടിട്ടുള്ള എക്സ്പീരിയൻസോ അസോളുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അസോള കുറച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ പർപ്പിൾ മുസൈക്കാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഫിഷിനൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പർപ്പിൾ മുസൈക്കാണ് ഇതിനകത്തുള്ളത്. ഇവിടെ വരുന്നുണ്ട് കേട്ടോ, വെട്ടം കൊണ്ട് ശരിക്ക് കാണുന്നില്ല. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ബോക്സ് എവിടെ നിന്ന് കിട്ടിയാൽ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബോക്സുകൾ എവിടെ നിന്നാണ് കിട്ടാറുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആക്രിക്കടയിൽ നിന്ന് പോയിട്ടുള്ള ഈ കാണുന്ന ഒരു ബോക്സിന് ഏകദേശം 40 രൂപ അന്ന് വില കൊടുത്ത് ഏകദേശം 20 ബോക്സുകൾ നമ്മൾ കൊണ്ടുവന്നത്. അന്ന് ആ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നു ഏകദേശം നഷ്ടമായി എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇതിപ്പോൾ ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിലാക്കിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഫീഡിങ് ബോക്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഓരോ ഗപ്പി ബ്രീഡായി കഴിഞ്ഞാലും കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുൾ റെഡ്, അതുപോലെ തന്നെ ഇത് ടെക്സിഡോക്കോയുടെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് കുറേ അസോളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഈ മൂടി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത് അടച്ചിടാനും സൗകര്യം, നല്ല സേഫായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇതിലൊക്കെ ഷീറ്റ് ഞാൻ പറഞ്ഞില്ല, കിലോന് പല റേറ്റിലുള്ള കവറുകൾ വരുന്നുണ്ട്. ഇത് കുറച്ച് കനം കൂടിയ ഷീറ്റാണ്. ഇതിന് ഏകദേശം 180 ആ റേഞ്ചായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ 130, 140, 150 താഴെയായിട്ടുള്ളൂ പെർ kg വരുന്നത്. ഒരു kg എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ മെറ്റാലിക് ബ്ലൂ ആണ്. അതുപോലെ തന്നെ ഇത് ഏതായിട്ടാവോ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ കുഞ്ഞുങ്ങളാണ്, ഒരു ബാച്ചാണിത്. അതുപോലെ തന്നെ നമ്മുടെ റെഡ് ലൈസിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഈ ഒരു ടൈപ്പ് ടാങ്കുകളാണ്, ചെറിയ ടാങ്കുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ടാങ്കുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അത്തരത്തിലുള്ള ടാങ്കുകൾ. 100 രൂപയുടെ പാത്രമുണ്ട്, 80 രൂപ, 50 രൂപയുടെ പാത്രങ്ങളൊക്കെ, ചെറിയ പാത്രങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഇതൊക്കെ അതുപോലുള്ള പാത്രങ്ങളാണ്. ഇതിലൊക്കെ കുഞ്ഞുങ്ങളും, ഇതിലിപ്പോൾ ഹാഫ് ബ്ലാക്ക് ആണ്. ഇത് നമ്മളൊരു സുഹൃത്ത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതായിരുന്നു. പുള്ളിക്ക് വിപണി കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അയച്ചു തന്നതാണ്. അപ്പോൾ നമ്മളിത് സെയിൽ തുടങ്ങിയതിന് ശേഷം അവൻ അയച്ചു തന്നതിന് ശേഷം തന്നെ നമ്മൾ ഏകദേശം ഹാഫ് ബ്ലാക്കിൻ്റെ 3 പെയറോളം ഇതിന് വിറ്റിട്ടുണ്ട്.
അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ മതിലയിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതും നേരത്തെ കണ്ട രീതിയിലുള്ള ഒരു ടാങ്ക് തന്നെയാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടുള്ള ചിലവ് കുറച്ചും കൂടി വലിയ ടാങ്കായിട്ട് കിട്ടിയത് നമുക്ക് ലക്കിന് കിട്ടിയതാണ്. നമ്മൾ തൊട്ടടുത്ത തിരൂർ ടൗണിലെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇത് വലിയ കണ്ടെയ്നറിലൊക്കെ മീൻ വരുന്ന തെർമോക്കോളിൻ്റെ ബോക്സാണിത്. ഈ ബോക്സ് മേടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക, അതിൽ ഈ ഷീറ്റ് ഇറക്കിയിട്ടതാണ്. ഏകദേശം നല്ല നീളവും വീതിയുള്ള ടാങ്കുകളാണ് ഓരോന്ന്. ഇപ്പോൾ ഇതിൽ ഫുൾ ബ്ലാക്കാണ്, ഇതിൽ നമ്മുടെ എമറാൾഡ് ഗ്രീനാണ്, ഇതിൽ നമ്മൾ ഡംബോബി ഗിയറുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ സൈസ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഫ്രിഡ്ജ് ബോക്സ് വാങ്ങുന്നതിന് സമാനമായിട്ടുള്ളത്. ഇനി ഇതിന് ചിലവ് എന്ത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ₹1 ചിലവ് വന്നിട്ടില്ല. ചിലവ് നമുക്ക് വന്നത് ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഷീറ്റ് മേടിക്കാനുള്ള കാശ് വന്ന്, അതിനപ്പുറത്തേക്ക് ഇത് വന്നില്ല. പിന്നെ വീട്ടിൽ വണ്ടി ഉണ്ടായതുകൊണ്ട് ഇത് ടൗണിൽ പോയിട്ട് നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയില്ല. അവരവിടെ തട്ടി കളിക്കുന്ന സാധനമായിട്ടാണ് ഈ ഒരു സംഭവം. നമ്മൾ സുഹൃത്ത് മുഖേന അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. ഇതിലാണെങ്കിലും ഇതിൽ ഡംബോബി ഗിയർ, പ്ലാറ്റിനം റെഡ് ബി ഗിയർ, അതുപോലെ തന്നെ ഒരു കോബ്ര ഉണ്ട്, വയലറ്റ് കോബ്ര എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുൾ വൈറ്റ്, ഫുൾ റെഡ്, മെറ്റാലിക് ബ്ലൂ. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ സ്റ്റേജ് ബൈ ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന സൈഡിലൊക്കെ ഫുൾ വൈറ്റിൻ്റെ കുട്ടികളാണിത്, മെറ്റാലിക് ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളാണ്, ഫുൾ റെഡ്, ആൽബിനോ റെഡ് പാണ്ട തുടങ്ങിയുള്ള കുഞ്ഞുങ്ങളാണ് ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഫാമിങ്ങിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് സ്റ്റേജ് 1 ആണെങ്കിൽ പറയാം, നമുക്ക് ഫീഡിങ് സെക്ഷനാണ്. അതായത് കുഞ്ഞുങ്ങളെ വളർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ടാങ്കുകൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ചെറിയ ടാങ്കുകൾ നമ്മൾ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു പരിധി വരെ ഇപ്പോൾ ഏകദേശം 1 മാസമൊക്കെ പ്രായമായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ട് ഇവിടെയൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ കണ്ടില്ലേ, ഫുൾ റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ്. കളറൊക്കെ വന്നു തുടങ്ങി, മെയിലും ഫീമെയിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ സമയമാണ്. ഏകദേശം 1 മാസമൊക്കെ പ്രായമായിട്ടുണ്ട് ഇതിന്, ചിലപ്പോൾ 1 മാസത്തിന് മേലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു ബോക്സിൽ നിന്ന് ഇതിനെ മാറ്റണം. കാരണം ഇനിയിപ്പോൾ ഇതിനകത്ത്, ഈ ഒരു ടാങ്കിനകത്ത് ഇനി ഇതിനെ ഇടാൻ പറ്റില്ല. ഇടുകയൊക്കെ ചെയ്യുക, വേണ്ട രീതിയിൽ ചിലപ്പോൾ വളർച്ചയെ അത് ബാധിക്കും, കുറച്ച് ടൈം എടുത്തിട്ടാവും വളരുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനിപ്പോൾ നമ്മൾ സ്റ്റേജ് 2 ആണ് നമുക്ക് പറയണമെങ്കിൽ, ഇത് ഫുൾ റെഡിനാക്കിയിട്ടുള്ള ടാങ്കാണിത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫുൾ റെഡിനെ ഇതിനകത്തേക്ക് മാറ്റിയിട്ട് ഇതിനകത്തുനിന്ന് അത്യാവശ്യം മെച്യൂരിറ്റി ആയിട്ടുള്ള വലിയ സൈസായിട്ടുള്ള ഫുൾ റെഡാണ് ഇതിലുള്ളത്. ഇതിനെ നമുക്ക് നേരെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റണം. കാരണം ഫ്രിഡ്ജ് ബോക്സിലേക്ക് നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് സെയിൽ ചെയ്യാനുള്ള ശ്രമം നടത്താം. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സെയിൽ ചെയ്ത് പോകുമ്പോൾ അവിടെ ബ്രീഡായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളെ മൊത്തം ഇങ്ങോട്ട് മാറ്റുക, പിന്നെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റുക. അപ്പോൾ സ്റ്റേജ് 1, 2, 3. അതുകൂടാതെ പിന്നെ ഈ കാണുന്ന റൗണ്ട് ടാങ്കാണ് നമ്മുടെ കയ്യിലുള്ള മറ്റൊരു ടാങ്ക്. ഇതിനകത്തും മിക്സഡ് ഗപ്പീസ് ഉണ്ട്, അതുപോലെ തന്നെ കോയിക്കാർപ്പ് ഉണ്ട്, റെഡ് ഷ്രിമ്പും ഉണ്ട്. ഇതിനകത്ത് ലൈവ് പ്ലാന്റ്സ്, ഫോക്സ്റ്റൈൻ്റെ ലൈവ് പ്ലാന്റ്സും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതിനകത്തു നിന്നാണ് നമ്മൾ ലൈവ് പ്ലാന്റ്സ് എടുത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് ഈ ഒരു ടാങ്ക് നിർമ്മിക്കാൻ ഏകദേശം ₹1500 ചിലവ് വന്നിട്ടുണ്ട്. നമ്മൾ മെഷ് വെച്ചിട്ട്, വണ്ടിയില്ല സ്ട്രോങ് ആയിട്ടുള്ള മെഷ് വെച്ചിട്ട് ഫ്ലെക്സ് ഇറക്കിയിട്ടിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഇപ്പോൾ ഏകദേശം ചെയ്തിട്ട് 1.5 വർഷത്തിന് മുകളിലായി. അപ്പോൾ ഇതൊക്കെ ആകെ ഇതായിട്ടുണ്ട്. തുരുമ്പിച്ച് ഈ ചാക്കാണ്, സേഫ്റ്റി കിട്ടുന്ന നാടൻ ചാക്കിയാണ്, അത് തുരുമ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം തന്നെ ഈ മെഷ് ഇവിടെ ഇതിനകത്ത് ഓടാനുള്ള ചാൻസ് ഇനി കൂടുതലാണ്. അപ്പോൾ കാരണം ചെറിയ ലീക്കേജൊക്കെ വന്നിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ വെള്ളം നമ്മൾ കൂട്ടിയിട്ടില്ല, അടിയിൽ മാത്രം നിർത്തിയിട്ടുള്ളൂ. പിന്നെ നമുക്കിതിൽ വെള്ളം നല്ല ഫില്ല് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്ലെക്സിന് മുകളിൽ വേറെ ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലേ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്തരത്തിലുള്ള ടാങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. മിക്സഡ് ഗപ്പീസിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഗപ്പീസിന് ഇടാം, കോയിക്കാർപ്പോ അതുപോലുള്ള വലിയ ഏതെങ്കിലും ഫിഷിനെയും നമുക്ക് ഒരുമിച്ച് വളർത്താൻ പറ്റും. ഇത് ഏകദേശം 1000 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന നല്ല അടിപൊളി ടാങ്കാട്ടത്. നമ്മൾ ഗപ്പി ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടക്കത്തിൽ ഗപ്പി ടാങ്ക് നിർമ്മാണം മുതൽ നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. തുടക്കത്തിൽ നമ്മളൊരു ₹10,000 ബഡ്ജറ്റാണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തുടങ്ങി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വലിയ മോർട്ടാലിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആണ് പിന്നീട് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതും സെയിൽ ചെയ്യാനുള്ള സാധ്യതകൾ മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി വരാൻ ശ്രമിച്ചത്. അപ്പോൾ ടാങ്ക് നിർമ്മാണം മുതൽ നമ്മൾ ശ്രദ്ധിക്കണം, ചിലവ് കുറക്കാനും വേണ്ടിയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് വെച്ചിട്ടുള്ള ടാങ്കുകളാണ് ഈ കാണുന്ന തെർമോക്കോളിൻ്റെ ടാങ്കുകൾ. ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ വലിയ ടാങ്കുകളിനെ നമുക്ക് കിട്ടി. പക്ഷേ തുടക്കത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ടാങ്കിൻ്റെ സൗകര്യം നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാമായിരുന്നു. കാരണം നമ്മുടെ ഫാമിൽ ഇപ്പോൾ ഏകദേശം 20ന് മുകളിലായിട്ട് ഫ്രിഡ്ജ് ബോക്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്
വിവിധ സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ എൻ്റെ വീട് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത്, തിരൂരിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാറിയിട്ട് കുറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ചേകന്നൂർ പോയിട്ടാണ് ഞാൻ ആദ്യം ഫ്രിഡ്ജ് ബോക്സ് എടുക്കുന്നത്. കാരണം ഇവിടെ തൊട്ടടുത്തുള്ള സ്ക്രാപ്പ് കടകളിലൊക്കെ പോയി നോക്കിയ സമയത്ത് എല്ലാവരും പറഞ്ഞത് 200-ന് മുകളിലാണ് റേറ്റ് പറഞ്ഞത്. 250, 300, പല സ്ഥലത്തും സാധനം കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ ഞാൻ എന്തിന് നമ്മൾ OLX നോക്കിയ സമയത്താണ് ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ചേകന്നൂർ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയെടുത്ത് ഏകദേശം ഒരു ടാങ്കിന് പറഞ്ഞത് 180 രൂപ. എൻ്റെ വീട്ടിൽ കൊട്ടവണ്ടി ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എണ്ണ പൈസ ആവുള്ളൂ. നമുക്കൊരു കൊട്ടവണ്ടി വിളിച്ചിട്ട് ഈ ടാങ്കുകൾ പോയി എടുത്ത് കൊണ്ടുവരാറുള്ള റിസ്ക്കാണ്. ഏകദേശം ഒന്ന് 14 ബോക്സോ 15 ബോക്സോ ആയിട്ട് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നു 180 രൂപയ്ക്ക്. അത് ഇവിടെ എത്തി, പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പൊട്ടൽ കാര്യങ്ങളുണ്ടാവും, ഇതിൻ്റെ ഹോൾ അടക്കാനുണ്ടാവും എംസിലിട്ടിട്ട്. അതൊക്കെ അടച്ച് വരുമ്പോൾ ഒരു ഫ്രിഡ്ജ് ബോക്സിന് എങ്ങനെയായാലും ഒരു 200-220 രൂപ റേഞ്ചിലേക്ക്, 200 മുകളിൽ എങ്ങനെയായാലും റേഞ്ച് വരും. നമ്മളെ ട്രാവലിംഗ് എക്സ്പെൻസും അതുപോലെ തന്നെ ഇത് ഒട്ടിക്കാനുള്ള MCLൻ്റെ ചിലവും, പിന്നെ നമ്മൾ ഒരാളെ മെനക്കെടേണ്ട ഒരു കൂലി കൂട്ടുകയാണെങ്കിൽ അതിന് അപ്പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം. പക്ഷേ ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ തെർമോക്കോളിൻ്റെ ബോക്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. പിന്നെ നമുക്ക് ഈ ഷീറ്റ് വില കൊടുത്ത് മേടിച്ചാൽ മതി. 3 കിലോ ഷീറ്റ് മേടിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന നീളത്തിലുള്ള മൊത്തം ബോക്സുകൾ നമ്മൾ ഇട്ടത് 3 കിലോ ഷീറ്റാണ്. അതിൽ ബാലൻസ് ആണെങ്കിൽ ഷീറ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിലവ് കുറഞ്ഞ രീതികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ചെറിയ ഫീഡിംഗ് ബോക്സുകൾ ഞാൻ മേടിച്ചത്, ഞാൻ ഫീഡിംഗ് ബോക്സ് എന്നാണ് പേരിട്ട് വിളിക്കുകയാണ്. അത്തരത്തിലുള്ളത് ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റേജ് 1 അതായത് ഫസ്റ്റ് നമുക്ക് എന്ത് ഗപ്പി കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക് കാണാൻ പറ്റും, ഗപ്പി കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തിടാൻ പറ്റും. ഇത് ചെറിയ ബോക്സ് ആയതുകൊണ്ട്, ചെറിയ ടാങ്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇറ്റിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം ചെറിയ നീളം വീതിയുള്ള ചെറിയ ടാങ്കാണ്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലുള്ള വലിയ ടാങ്കിലേക്കൊക്കെ ആണെങ്കിൽ പല സ്ഥലങ്ങളിലായിരിക്കും കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ഫീഡ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പം ഫീഡ് കറക്റ്റ് എടുക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റേജ് 1 ഒരു മാസം 1.5 മാസം കഴിയുന്ന സമയത്ത് സ്റ്റേജ് 2 ഈ ടാങ്കിലേക്ക് മാറ്റും. ഇവിടുന്ന് സെയിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേജ് 3 വലിയ ടാങ്കിലേക്ക് മാറ്റുന്നത്. അവിടുന്ന് സെയിലിന് മുമ്പായിട്ട് ബ്രീഡ് ആവുകയാണെങ്കിൽ നമ്മൾ അതേമാതിരി തന്നെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് മാറ്റും, പിന്നെ ഇങ്ങോട്ട് മാറ്റും. ഇത്തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗപ്പി ഫാമിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടേതായ ഐഡിയക്ക്, നിങ്ങളുടേതായ രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ അനുകരിക്കാതെ നമ്മുടേതായ ഒരു ഐഡിയ പ്ലാനിങ് ഉണ്ടാക്കുക. പല സാഹചര്യത്തിലും എന്തൊരു കാർഷിക മേഖലയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്ത് മേഖലയിലാണെങ്കിലും പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ പലതും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് തരണം ചെയ്യേണ്ടത് നമ്മളുടെ കഴിവാണ്, നമ്മുടെ മിടുക്കാണ്. ഇപ്പോൾ നമ്മളിനി മുമ്പ് നമ്മൾ ഗപ്പി ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി തണുപ്പ് കാലമായിരുന്നു. തണുപ്പ് കാലം എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഡിസംബർ ജനുവരി സമയത്താണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ഫെബ്രുവരി ആയപ്പോൾ നമ്മൾ ആൽബിനോ റെഡ് പാണ്ടക്ക് ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ട് ഫീൽ ചെയ്തതാണ്. പക്ഷേ നമ്മൾ മൂടിയിരുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഓവർകം ചെയ്യാൻ പറ്റി. അതുപോലെ റെഡ് പാണ്ടൻ്റെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ പെയർ സ്റ്റോക്കൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിലായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു വലിയ കാര്യം വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഫാമിൽ വരുന്നവരും അല്ലാത്തവരൊക്കെ ചോദിക്കുന്നതാണ്, ഈ ടാങ്കുകളൊക്കെ ഇരിക്കുന്നത് ഓപ്പൺ സ്പേസിലാണ്. വർഷക്കാലത്ത് നമ്മളിത് എന്ത് ചെയ്യും? വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതിനുള്ള ഉത്തരം ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വർഷക്കാലം എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ ടാങ്കുകളൊക്കെ എങ്ങോട്ട് മാറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് മൂടിയിടാനുള്ള സൗകര്യം ചെയ്യണം. എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓവർഫ്ലോ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആൽബിനോ വിഭാഗത്തിൽപ്പെട്ട ഗപ്പികളൊക്കെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ pH വാല്യൂ ഒക്കെ മാറുമ്പോൾ പെട്ടെന്ന് ഫിഷിനെ അത് ബാധിക്കുന്ന ചില ഗപ്പികളൊക്കെ ഉണ്ട്. ചില ഗപ്പികൾക്കാണെങ്കിൽ അത്തരത്തിൽ യാതൊരു പ്രശ്നമില്ല, മഴവെള്ളം എത്ര വീണ് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഓവർഫ്ലോ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇൻഡോറിലേക്ക് മാറ്റണം. എങ്ങനെയല്ല ആ സമയത്ത് നമുക്ക് അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ആ സമയമാകുമ്പോഴത്തേക്കും നല്ലൊരു ഐഡിയ നമ്മൾ കണ്ടെത്തണം എന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. നമ്മൾ അയച്ചു കൊടുത്ത ഗപ്പികളൊക്കെ നമ്മൾ ഉപഭോക്താക്കൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അവർ ഹാപ്പിയാണ്. അപ്പോൾ കുറച്ച് മോർട്ടാലിറ്റി ഒക്കെ സംഭവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പൈസ മൈനസ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമ്മളതേ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നേരത്തെ നമ്മൾ ഡീലും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് കുറച്ചിട്ട് അയച്ചു തന്നാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അയച്ചു തന്നിട്ടുള്ളത്. എനിവേ വരും ദിവസങ്ങളിലൊക്കെ മൈ ഫാമിങ്ങിലെ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മൈ ഫാമിങ്ങിൽ എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചൂണ്ടിക്കാണിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നല്ലൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മൈ ഫാമിങ്ങിലെ അടുത്ത ദിവസത്തെ അപ്ഡേഷനുമായി കാണാം. ബൈ.